ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഉമാ കണ്ണൻ വേൾഡ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തിലോപ്പിയ ഫിഷ് കറിയാണ്. മുളകിട്ടതാണ് വെക്കുന്നത്. അപ്പോൾ അതാദ്യം ഞാൻ ഫിഷ് നല്ലോണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വാളംപുളി കലക്കി അതിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള അഴുക്ക് നല്ലോണം പോവാനും നല്ല ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വാളംപുളിയിൽ ഇട്ട് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. നമ്മുടെ ഫിഷ് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തിട്ട് 1/2 കിലോ ആണ് ഫിഷ്, തിലോപ്പിയ ഫിഷ് ഉള്ളത്. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർലിക്, വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, ജിഞ്ചർ. പിന്നെ മുളക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാന്താരി മുളകാണ് എടുത്തേക്കുന്നത്. 6 എണ്ണം എടുത്തിട്ടുണ്ട്, ചെറുത്. ഇനി പൗഡേർഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി ഞാൻ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ഇത് വന്നിട്ട് ഫിഷ് മസാല, അത് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് പൗഡേർഡ് ഐറ്റം നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ഉരുളിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത് ചേർക്കുകയാണ്. പച്ചമുളകും ചേർക്കുകയാണ്. വെളിച്ചെണ്ണയിൽ ഇത്തിരി ഉലുവ ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി ചതച്ചത് ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കാന്താരി മുളകും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നല്ലോണം പച്ചമണം പോകുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് കൊടംപുളി എടുത്തിട്ട് ചൂടുവെള്ളത്തിലിട്ട് നല്ലോണം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കറിയിൽ ഇടാനായിട്ട് ആവശ്യമുള്ളതാണ്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. നല്ലോണം ഫ്രൈ ചെയ്ത് വരണം. നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൗഡേർഡ് ഐറ്റമൊക്കെ ആഡ് ചെയ്യണം. മല്ലിപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, ഫിഷ് മസാല, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് നല്ല പച്ചമണം പോകുന്ന വരെ നല്ലോണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. സിമ്മിൽ വേണം വെക്കാനായിട്ട് പൊടികൾ ഇടുമ്പോൾ. നല്ലോണം പൊടികളെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്.